ഒരു പൊരുത്താവില്ല നല്ല മുട്ടടും സെയിം നാടൻ കോഴി തന്നെ കാണാനും ഇറച്ചിയും മുട്ടയൊക്കെ സെയിം നാടൻ നമുക്ക് ഇറച്ചിക്കൊക്കെ ഉപയോഗിച്ചു ഹായ് ഹലോ, ഇന്ന് നമ്മുടെ പുള്ളിക്കോഴികൾ പുതിയ കൂട്ടിലേക്ക് താമസം മാറുകയാണേ. അവരെ വാങ്ങാനായിട്ട് ഇതാ നമ്മുടെ പുതിയ കസ്റ്റമർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളാണേ. അപ്പോൾ ഇവർക്ക് വേണ്ടത് പുള്ളിക്കോഴീനാണ് കേട്ടോ. പിന്നെ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ, എന്നത്തെയും പോലെ കസ്റ്റമർ വരുന്നു, നമ്മൾ അവരെ കോഴികളെ കാണിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴികളെ പിടിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ ഒരു കസ്റ്റമറിന് ഞാൻ 2 ദിവസം മുന്നേ നമ്മളെടുത്തുള്ള പുള്ളിക്കോഴികളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു പുള്ളിക്കോഴീനെ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിനെ വാങ്ങാനായിട്ട് ശരിക്കും അവരൊരു കോഴീനെ വാങ്ങാനായിട്ടാണ് വീട്ടിൽ വന്നത്. പിന്നെ വേറെ 2 പുള്ളിക്കോഴികളും കൂടി ഉണ്ടായിരുന്നു, അവരെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ 2 പുള്ളിക്കോഴീനെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ആൾക്ക് പുള്ളിക്കോഴീനെ ഭയങ്കര ഇഷ്ടമാണ്. ആളെടുത്ത് കോഴിയുണ്ട്, ആൾ ഒരു 2-3 കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ പുള്ളിക്കോഴീനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കാരണം നമ്മളെടുത്തുനിന്ന് കോഴീനെ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റിൽ പിടിച്ചേക്കുന്നത് ഇതാ ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയുള്ളൊരു പെടക്കോഴിയാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ബ്രീഡ് തന്നെയാണ് കേട്ടോ പുള്ളിക്കോഴി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവർ നന്നായിട്ട് പൊരുത്തിരിക്കുകയും ചെയ്യും, കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുകയും ചെയ്യും കേട്ടോ. ഓരോ ഞാൻ വൈകുന്നേരം വാതിൽ തുറക്കും, എല്ലാവരും ആളെന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. കോഴിയുടെ പ്രായം, അതുപോലെ തന്നെ കോഴി രാത്രി കൂട്ട് കയറുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ ഫുഡും കൊടുത്ത് പഠിപ്പിക്കുക. അതാകുമ്പം കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ അവരെ വൈകിട്ട് തുറന്ന് വിടാറുണ്ട്. അവരുടെ ടൈം ആകുമ്പം അവർ കൂട്ട് കയറാറുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് മരത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന കോഴികളൊന്നുമില്ല കേട്ടോ. നമ്മുടെ കസ്റ്റമറിന് ഞാൻ കോഴീനെ പിടിച്ചു കൊടുത്തു. പിന്നെ അതാ കൂട്ടിൽ 2 പുള്ളിക്കോഴികളുണ്ട്, അവരെയും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം കൂട്ടിനകത്തായതുകൊണ്ട് ജസ്റ്റ് അവർ നെറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരൊരു സൈഡിലേക്ക് പോവും. അപ്പോൾ കസ്റ്റമറിന് നല്ലോണം കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. അതിന് മുന്നേ നമുക്ക് താഴത്തുള്ള കോഴികളെല്ലാം കൂട്ടിനകത്തേക്ക് കയറ്റണം, എന്നിട്ട് വേണം ഇവരെ ഉള്ളിലെ കൂട്ടിലേക്ക് ഇറക്കാനായിട്ട്. അല്ലാതെ ഇവരെ പിടിക്കാൻ കിട്ടില്ല കേട്ടോ. പുറത്തേക്ക് ചാടിപ്പോയാൽ പിന്നെ പറന്ന് പോയിക്കാളും. അങ്ങനെ ഞാൻ ദാ കൂട്ടിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് അവരെ അപ്പുറത്തെ കൂട്ടിലേക്ക് ചാടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവരെ പിടിച്ചിട്ട് നമ്മുടെ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഒരു കോഴിയും കൂടി ഉള്ളത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊന്നും ഇവർ തട്ടിയിട്ട് വന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും പുറത്ത് ചാടി. ഇവള് മുട്ടട്ടില്ല, ഇവള് മുട്ടട്ടതാ. ഇവള് മുട്ടട്ടാല് കുറച്ചും കൂടി തെളിയും. ഇത് കൊറേ മുട്ടട്ട പ്രായമല്ല. ഇല്ലല്ല, ഇവിടെ പ്രായം ഉണ്ടാവൂല. ഇവിടെ കൊണ്ടുപോകും. ഇവിടെ ഒരു ദിവസം ആയാലും മുന്നിൽ കൊണ്ടുപോകും. പിന്നെ എടുത്തെടുത്ത് ബാക്കി ബാലൻസ് വരുമല്ലോ, അങ്ങനെ വരുന്നവർ വലുതാന്നാണ് ബാക്കി ഉണ്ടാവുക. ഇല്ലല്ല, നമ്മള് 2 പ്രാവശ്യം നമ്മള് പൊത്ത് കിടക്കും. ഞാൻ പൊത്തിൽ വെച്ചില്ല, ആദ്യം കിടക്കുന്ന ഇല്ല. ഇത് പുള്ളിക്ക് കൂടുതൽ വരിക അങ്ങനെ നിങ്ങള് പറയുന്നത്. അതൊക്കെ ഞാൻ വെട്ടി ഇട്ടുതരാം. ഞാൻ ഈ തിരിഞ്ഞ് കളിക്കുന്നത് എന്താണെന്നറിയോ? ആ കോഴീൻ്റെ കാല് കെട്ടാൻ ഒരു കയറ് തപ്പുകയാണേ.
സാധാരണ കസ്റ്റമർ വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇതിനെ പാക്ക് ചെയ്യാനുള്ള പെട്ടി അല്ലെങ്കിൽ കവറ് കയറ് എല്ലാം ഞാൻ സെറ്റാക്കി വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് അതിനൊന്നുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം, മക്കൾക്ക് എക്സാമാണ്. ഒരാൾ എക്സാമിന് പോയി. നന്ദുവിന് അന്നത്തെ ദിവസം എക്സാം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്ദു ആണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോയിൽ കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയേനെ. പിന്നെ പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിനിടയിലാണ് കോഴീനെ പിടിച്ചു കൊടുക്കലും എല്ലാം കൂടി മൊത്തത്തിലൊരു വെപ്രളായി. അപ്പോൾ എനിക്ക് കയറ് എവിടെയാണുള്ളത്, കവർ എവിടെയാണുള്ളത് ഒന്നും ഒരു ഓർമ്മയും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആകെ മൊത്തം തപ്പി. പിന്നെ കയറും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കസ്റ്റമറിനോട് ഞാനാണെങ്കിൽ പെട്ടി കൊണ്ടുവരാനും പറയാനും മറന്നുപോയി. അങ്ങനെ അതാ ഹെൽപ്പിന് ഒരാളെയൊക്കെ കിട്ടിയിട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്ത രണ്ടാൾക്കും ഓരോ ഹായ് കൊടുക്കാൻ ആരും മറക്കരുതേ. നമ്മുടെ ക്യാമറാമാൻ നന്ദുമോൻ പിന്നെ അതാ കോഴീൻ്റെ കാലൊക്കെ കെട്ടാൻ സഹായിച്ചു. അതുപോലെ സഞ്ചിയിലിടാനും അവർ പോകുന്നത് വരെ എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നേ സുധീഷേട്ടൻ. അപ്പോൾ സുധീഷേട്ടനും എല്ലാവരും ഓരോ ഹായ് കൊടുക്കുക. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ നമ്മുടേത്. അതായത് അവർ 2 കോഴികളെയും വാങ്ങിപ്പോയതിന് ശേഷം വീണ്ടും ഒരു കോഴീനെയും കൂടി അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് അവർക്ക് വളർത്താനും കൂടിയാണ്. അപ്പോൾ വളർത്താൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. സൊണാലി ഒരു പൊരുത്തല്ല, നല്ല മുട്ടടും. സെയിം നാടൻ കോഴി തന്നെ, കാണാനും ഇറച്ചിയും മുട്ടയൊക്കെ സെയിം നാടൻ. നമുക്ക് ഇറച്ചിക്കൊക്കെ ഉപയോഗിച്ചു. ഇല്ല, നിങ്ങൾക്ക് പൂവാനുണ്ടെങ്കിൽ ഇട്ടാൽ പുള്ളിമുട്ട കിട്ടും, മക്കളെ വിരിയിപ്പിക്കാം. അല്ലേ, ഇനി ഒരു ഇത് വേണം അല്ലേ, പെട്ടി. വേറെ ഒരു പുള്ളി അല്ലേ കെട്ടണ്ട. കാർബോർഡും പെട്ടിയൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് തൽക്കാലം ഒരു സഞ്ചിയിലാണ് ഞാൻ അവർക്ക് കോഴീനെ കൊടുക്കുന്നത്. പിന്നെ അവർ കാറിലാണ് വന്നത്. അതുകൊണ്ട് ഡിക്കിയുടെ ബാക്കിൽ വെച്ചാൽ വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ സഞ്ചീൻ്റെ മുകളിലെ അറ്റഭാഗമല്ലേ, അത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ അവർ കോഴി പുറത്ത് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കോഴികൾക്ക് വലിയ പ്രശ്നമല്ല. 2 കോഴീനെയാണ് വാങ്ങിയത്, 2 പുള്ളിക്കോഴീനെ. ഇത് ഞാൻ കസ്റ്റമറിന് 2 ദിവസം മുന്നേ ഇട്ട് കൊടുത്ത വീഡിയോ ആയിരുന്നു കോഴികളത്. ഈ ഒരു വീഡിയോയിൽ കോഴീൻ്റെ ആ ഒരു ഭംഗി അത്ര ഇങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ. ഞാൻ രാത്രിയായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ കോഴീനെയായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴീനെയായിരുന്നു. അങ്ങനെ അതിനെ വാങ്ങാൻ വന്ന സമയത്താണ് ഞാൻ ഈ കോഴീനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് ആ ഒരു കോഴീൻ്റെ ഭംഗി അവർക്ക് ഇഷ്ടപ്പെട്ടത്, കോഴീനെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു കോഴിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് 2 കോഴീനെ നമ്മളെടുത്തുനിന്ന് അവർ വാങ്ങി. പിന്നെ വീട്ടിൽ പോയതിന് ശേഷം ഇത്തയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അവർ ഒരു കോഴീനെയും കൂടി നമ്മളെടുത്തുനിന്ന് വാങ്ങിയിട്ടോ. പിന്നെ അതാ വേറൊരു പിടക്കോഴിയും കൂടി ഉണ്ട്. അവൾ പുള്ളിയല്ല, പക്ഷേ ഇവളും മുട്ടയിട്ടിട്ടില്ല. പിന്നെ ഒരു പൂവനുണ്ട്. ഇവന് ഇവരെ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ, ഞാൻ ഇവനെ ഇതിലേക്ക് പിടിച്ചിട്ടതാണ്. ഈ വേറെ ഒരു പൂവനുണ്ട്, അവന് കുറച്ചൊരു വികൃതിയാണ്. അവൻ ഇവനെ വല്ലാതെ ചെയ്യും, ഓടിച്ചിട്ടിട്ട് കൊത്തും. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇവനെ ഞാൻ ഇവരെ കൂട്ടത്തിലേക്ക് ഇട്ടതാണ്. ഇവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. മറ്റവന് അതിൽ വേറെ പൂവനുണ്ടെങ്കിലും കൂടി ഇവനോട് അവനെന്തോ ഒരു ശത്രുതയുണ്ട്. ഇവനെ മാത്രമേ കൊത്തുള്ളൂ. അവൻ്റെ കൂട്ടത്തിലുള്ള വേറെ ഒരു പൂവന്മാരെയും അവനൊന്നും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ ഇവനെ ഇവർക്ക് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ 2 പുള്ളിക്കോഴികളും പോയതിന് ശേഷം ഇവനും ആ ഒരു പെടക്കുട്ടിയും മാത്രമായിരുന്നു കേട്ടോ കൂട്ടിൽ. അവിടുന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെടക്കുട്ടിയും നമ്മുടെ അടുത്തുനിന്ന് സെയിലായി പോയിട്ടുണ്ട്. അന്ന് പിന്നെ മക്കൾ വീട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതന്നെ ഇപ്പോൾ നന്ദുമോൻ അന്ന് വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. അല്ലാതെ നമുക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടും, പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. പിന്നെ മോനാവുന്ന സമയത്ത് അവൻ അവൻ്റെതായ രീതിയിൽ എടുത്തു തരും. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടാവും, അതൊക്കെ ഒഴിവാക്കും ഞാൻ. അപ്പോൾ അവൻ കുറച്ച് സൂമൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു വൃത്തിയിൽ എടുത്തു തരും. പക്ഷേ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതല്ല. അങ്ങനെയും ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ച് തിരക്കാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. ഒരാൾ കമൻറ്റ് ചെയ്തു, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ എന്താണെന്നുള്ളത്. നിങ്ങൾ കോഴികളെ വളർത്തുന്ന ആളുകളാണെങ്കിൽ പുള്ളിക്കോഴികൾ കയ്യിലില്ലെങ്കിൽ കുറച്ച് പുള്ളിക്കോഴികളെയും കൂടി വളർത്തുക കേട്ടോ. പ്രത്യേകിച്ച് വീട്ടമ്മമാരോടാണ്. ഇനി പുള്ളിക്കോഴികളെ മാത്രം വളർത്തുകയാണെങ്കിൽ അങ്ങനെയും വളർത്താം. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു കോഴി തന്നെയാണ് പുള്ളിക്കോഴി. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, ആളുകൾ നല്ല ഭംഗിയുള്ള കോഴികളൊക്കെ അവർ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട കോഴികളെ പിടിച്ചു കൊടുക്കുക, അതാണ് കച്ചവടം എന്ന് പറയുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിന് അവർക്ക്
ഒരിക്കലും പിടിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് കസ്റ്റമർ പിന്നീടും നമ്മളെ അടുത്ത് തന്നെ വന്നിട്ട് വാങ്ങൂട്ടോ. അവർ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയായിരിക്കും കോഴീനെയും കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോവുക. അപ്പം അതൊക്കെ എനിക്ക് അനുഭവമാണ്. ഞാനങ്ങനെ ഇതുപോലെ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് കസ്റ്റമർ കോഴീനെ വാങ്ങുന്നുണ്ടല്ലോ, ഇതുപോലെ ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കോഴീനെ വാങ്ങിയ ഒരാളായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കോഴീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഏത് കസ്റ്റമർ വന്നാലും അവരാവശ്യപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട കോഴീനെയാണ് കേട്ടോ കൊടുക്കാറ്. അത് അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. പിന്നെ എല്ലാ വീട്ടമ്മമാരോടും എന്നും പറയുന്നത് പോലെ വെറുതെ ഇരിക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി നിങ്ങൾ തുടങ്ങുക. സ്വന്തമായിട്ടൊരു വരുമാനം അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ബായ്.